Hi all, welcome you all to Econometrica. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സെറ്റ് എക്സാമിന് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. The ancient Indian text which outlines the principle of Indian aesthetics. രാമായണ, മഹാഭാരത, നാട്യശാസ്ത്ര, അർത്ഥശാസ്ത്ര. The ancient Indian text which outlines the principle of Indian aesthetics. ഏതായിരിക്കും റൈറ്റ് ആൻസർ? യെസ്, റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി, നാട്യശാസ്ത്രയാണ്. The ancient Indian text which outlines principle of Indian aesthetic principles-നെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തത് ഏതാണ്? നാട്യശാസ്ത്രം. Who among the following is famous for compilation of poetic verses? ഗീതാഞ്ജലി റിഫ്ലക്റ്റിംഗ് എലിമെന്റ്സ് ഓഫ് ഇന്ത്യൻ എസ്തെറ്റിക്സ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഗീതാഞ്ജലി, ഇത് നിങ്ങളോട് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗീതാഞ്ജലി, അപ്പൊ ഗീതാഞ്ജലി ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ് അല്ലെ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്റ്റേജ് ഓഫ് psychosocial development that take place during young adulthood according to Erikson's theory. Trust versus mistrust, generativity versus stagnation, ego integrity versus despair, intimacy versus isolation. So Erikson's psychosocial stagesനെ നമുക്ക് പലതായി ക്ലാസിഫൈ ചെയ്യാം. So the very first stage is infancy, 0 to 1 year ആണ്. Trust versus mistrust, ഇതിന്റെ വിർച്യു എന്ന് പറയുന്നത് ഹോപ്പ് ആണ്. ആൻഡ് ബേസിക്കലി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് മീറ്റ് ചെയ്യാൻ പറ്റുമോ, വിശ്വസിക്കാമോ, വിശ്വസിക്കണ്ടേ എന്നുള്ള ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണ് ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ നമുക്ക് കാണാനായി സാധിക്കുന്നത്. 1 മുതൽ 3 വയസ്സ് വരെ അതിനെയാണ് നമ്മൾ ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ഓട്ടോണോമി വേഴ്സസ് ഷെയിം ഓർ ഡൗട്ട്, അതാണ് ഈ ഒരു ഏരിയയിൽ വരുന്ന കോൺഫ്ലിക്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ വെർച്യു കണ്ടീഷൻ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമുക്ക് വില്ലാണ്. ആൻഡ് ഇൻഡിപെൻഡൻസ്, നമുക്ക് പലപ്പോഴും പല ടാസ്കുകളും ചെയ്യുമ്പോഴും ഒരു ഇൻഡിപെൻഡൻസ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒറിജിനേഷനായി വരുന്നത്. പ്ലേ ഏജ് എന്ന് പറയുന്നത് 3 മുതൽ 6 വയസ്സ് വരെയാണ്. ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് ആണ് വരുന്നത്. ഇതിന്റെ വിർച്യു എന്ന് പറയുന്നത് പർപ്പസ് ആണ് വരുന്നത്. ആൻഡ് ബേസിക്കലി നമുക്ക് ഓരോ ഇൻഡിവിജ്വൽസിനും ഇനീഷ്യേറ്റീവ്സ് എടുക്കാം ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ. അതാണ് ഈ ഏജ് ഗ്രൂപ്പിൽ കാണാനായി സാധിക്കുന്നത്. സ്കൂൾ ഏജ് എന്ന് പറയുന്നത് 7 മുതൽ 11 ഇയേഴ്സ് വരെയാണ്. ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയാരിറ്റി ആണ് വരുന്നത്. കമ്പറ്റൻസ് ആണ് ഇതിന്റെ വിർച്യു. സെൽഫ് കോൺഫിഡൻസും എബിലിറ്റിയും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. അഡോളസൻസിന്റെ ഏജ് ഗ്രൂപ്പ് 12 to 18 ഇയേഴ്സ് ആണ്. ഐഡന്റിറ്റി വേഴ്സസ് കൺഫ്യൂഷൻ, ഫീഡലിറ്റി കോൺസെപ്റ്റിലെ വിർച്യു ആണ് ബേസിക്കലി വരുന്നത്. പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ള നൊട്ടേഷൻ ആണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഏർലി അഡൽട്ട്ഹുഡ് 19 മുതൽ 29 വയസ്സ് വരെയാണ് ബേസിക്കലി വരുന്നത്. ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ ആണ് ഈ സ്റ്റേജിന്റെ ഫോർമേഷൻ. ആൻഡ് ലവ് ആണ് ഈ ഒരു സ്റ്റേജിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടീഷൻ. ആൻഡ് ബേസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ റിലേഷൻഷിപ്പ് ഫോർമുലേറ്റ് ചെയ്യുക, നമ്മൾ ഇന്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് പോവുക മുതലായ കാര്യങ്ങളെല്ലാം ഈ ഏജ് ഗ്രൂപ്പിലാണ് ജനറലി ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. മിഡിൽ ഏജ് 30 മുതൽ 64 വയസ്സ് വരെയാണ്. ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ ആണ് ഇതിന്റെ സവിശേഷത അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ്. കെയർ ആണ് ഇതിന്റെ വിർച്യു. ആൻഡ് ബേസിക്കലി നമ്മൾ സമൂഹത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക, നല്ല ഇൻഡിവിജ്വൽസ് ആയി മാറുക, ഫാമിലി ഫോർമേഷൻ, കല്യാണമൊക്കെ കഴിച്ചില്ലേ, ഫാമിലി ഫോർമേഷൻ പീരീഡ് എന്നൊക്കെ നമുക്ക് ഇതിനെ പറയാം. നെക്സ്റ്റ് കംസ് ഓൾഡ് ഏജ്, 65 വയസ്സ് മുതലാണ്. ഇന്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പെയർ, വിർച്യു വരുന്നത് വിസ്ഡം ആണ്. അതേപോലെ തന്നെ നമുക്ക് എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം അങ്ങനെയൊക്കെ സെർച്ച് ചെയ്യുന്ന ഒരു ടൈം പീരീഡ് ആണ്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ എന്താ ചോദിച്ചത്? യങ് അഡൽട്ട്ഹുഡ് അല്ലെ. അപ്പൊ യങ് അഡൽട്ട്ഹുഡ് എന്ന് പറയുമ്പോൾ നോക്കിക്കേ, ഏർലി അഡൽട്ട്ഹുഡ് എന്താ വരുന്നത്? ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ. സ്പിരിച്വൽ ടീച്ചർ തീർത്ഥങ്കാര is related to which religion? ഇത് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി ജൈനിസം ആണ് റൈറ്റ് ആൻസർ. The philosophy of education which has proposed that senses are the gateway of knowledge. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. റിയലിസം, നാച്ചുറലിസം, ഐഡിയലിസം ആൻഡ് എക്സിസ്റ്റൻഷ്യലിസം. റൈറ്റ് ആൻസർ ഇസ് നാച്ചുറലിസം ആണ് റൈറ്റ് ആൻസർ.
റിയലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയാലിറ്റി എക്സിസ്റ്റ് എന്നാണ് ബേസിക്കലി പറയുന്നത്. ഒബ്സർവേഷൻസിലൂടെയും അതേപോലെ ഒരു കാരണസഹിതം നമ്മൾ പ്ലഗ് ഇൻ ചെയ്യുന്നതിനെയാണ് എന്തായിട്ട് പറയുന്നത്, ഈ റിയലിസം എന്നുള്ള കോൺസെപ്റ്റുമായിട്ട് നമ്മൾ ഡ്വെൽ ചെയ്ത് അല്ലെങ്കിൽ റിലേറ്റ് ചെയ്തിട്ട് പറയുന്നത്. ഐഡിയലിസം എന്ന് പറഞ്ഞാൽ കൂടുതൽ ഐഡിയാസ്, കോൺസെപ്റ്റ്സ്, ഇതിനൊക്കെയാണ് നമ്മൾ ബേസിക്കലി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇൻഡിവിജ്വൽ ഫ്രീഡം, choice. The policy focus on individual freedom and choice, not necessarily emphasizing the role of senses in acquiring knowledge. നമ്മള് നോളജ് ഗെയിൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ കൂടുതലായിട്ടും ഒരു ഫ്രീഡം എന്ന് പറയുന്ന കൺസിഡറേഷൻസിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ പ്രാമുഖ്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഹൗ വി ആർ പ്രൊസീഡിങ്, ഹൗ വി ആർ മൂവിങ് മുതലായിട്ടുള്ള കണ്ടീഷൻസ് ആണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. Next question. അപ്പോൾ ഇവിടുത്തെ റൈറ്റ് ആൻസർ നാച്ചുറലിസം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി സ്കൂൾ ഓഫ് സൈക്കോളജി വിച്ച് പ്രിഫേഴ്സ് ഹ്യൂമൻ നീഡ്സ് ഇൻ ഓൾ ആസ്പെക്ട്സ്. അത് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. ഹ്യൂമാനിസം ആണ് അല്ലെ, ഹ്യൂമൻ ആസ്പെക്ട്സിനാണ് നമ്മൾ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ഇവിടെ റൈറ്റ് ആൻസർ ഏതാണ്, ഹ്യൂമാനിസം. A psychological theory that states that a person's personality is determined by a set of stable characteristics that are consistent over time. Psychoanalytical approach, type approach, trait approach, humanistic approach. Right answer is option B ആണ്, type approach ആണ്. അതായത് ക്യാരക്ടറിസ്റ്റിക്കിന്റെ ബേസിസിലാണ് നമ്മൾ അവിടെ പോസസ് ചെയ്യുന്നത്. സൈക്കോ അനാലിറ്റിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് ഈ തിയറി മെയിൻലി ഫോഴ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്യുന്നത് സിഗ്മണ്ട് ഫ്രോയിഡും ആയിട്ടാണ്. ആൻഡ് ബേസിക്കലി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അൺകോൺഷ്യസ് മോട്ടീവിന്റെയും ഡിസയറിന്റെയും ഓരോ വ്യക്തികളിലും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യാതെ അൺകോൺഷ്യസ് ആയി വരുന്ന ഒരുപാട് മോട്ടീവ്സ് കാണും അല്ലെ. അതെങ്ങനെയാ ഇൻഡിവിജ്വൽസിനെ ബ്ലെൻഡ് ചെയ്യുന്നത് എന്നാണ് സൈക്കോ അനാലിറ്റിക്കൽ അപ്രോച്ചിൽ പറയുന്നത്. അതേപോലെ നമുക്ക് ടൈപ്പ് അപ്രോച്ചസ് ഉണ്ട്. അതെന്താ വെച്ചാൽ ഓരോ ഇൻഡിവിജ്വൽസിനെയും ഡിഫറെന്റ് പേഴ്സണാലിറ്റി ടൈപ്പുകളായിട്ട് വേർതിരിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ നമുക്ക് ഹ്യൂമാനിസ്റ്റിക് അപ്രോച്ചസ് ഉണ്ട്. ഇൻഡിവിജ്വൽസിന്റെ ആ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ, ഗ്രോത്ത്, അതിലേക്കൊക്കെ ഈൽഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, പോസ്റ്റുലേഷൻസ് ഏതൊക്കെയാണ് മുതലായ കാര്യങ്ങളാണ് ഹ്യൂമാനിസ്റ്റിക് അപ്രോച്ച് പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. Dash is the process of social, psychological and cultural change that stems from balancing of two culture while adapting to the prevailing culture of the society. Right answer is acculturation ആണ് കേട്ടോ. അതായത് dash is the process of social, psychological and cultural change. നമുക്ക് രണ്ട് കൾച്ചർ വരുമ്പോ ചിലപ്പോഴെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പ്രോബ്ലംസ് വരാറുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ആണ് പറയുന്നത്. കൾച്ചറൽ ഇനേർഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയൊരു കൾച്ചറിലേക്ക്, അതായത് പുതിയ ഐഡിയാസ് വരുന്നു, പുതിയ പ്രാക്ടീസസ് വരുന്നു, നമ്മൾ അതൊന്നും എന്ത് ചെയ്യുന്നില്ല, അതേറിയാൻ തയ്യാറല്ല, നമുക്ക് മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യാൻ താല്പര്യമില്ല. നമ്മളൊരു ഇനേർഷ്യ സിറ്റുവേഷൻ, നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ പല മാറ്റങ്ങൾ വരും. അപ്പൊ ആ മാറ്റങ്ങൾക്കനുസരിച്ച് പൊരുത്തപ്പെടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസേൺ. അപ്പൊ അതിന് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും. കൾച്ചറൽ ലാഗ് ഉണ്ട്, അതായത് നമുക്ക് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റും കൾച്ചറൽ നോംസിലും ഒരു ഗ്യാപ്പ് വരിക. കൃത്യമായി കൾച്ചറൽ ഫാക്ടേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡെപ്പിക്ട് ചെയ്യണം. അത് നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്ക് പ്രോബ്ലംസ് വരും. സോ അങ്ങനെ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഡൈവർജൻസ് വരാതിരിക്കുക. നെക്സ്റ്റ് ഇസ് കൾച്ചറൽ ഡിഫ്യൂഷൻ, അതായത് ഒരു ഗ്രൂപ്പിൽ നിന്ന് മറ്റൊരു ഗ്രൂപ്പിലേക്ക് കൾച്ചർ സ്പ്രെഡ് ഔട്ട് ചെയ്യുന്നതിനെയാണ് കൾച്ചറൽ ഡിഫ്യൂഷൻ എന്നുള്ളത് കൊണ്ട് നമ്മൾ പറയുന്നത്. അക്കൾച്ചറേഷന്റെ ഒരു ഭാഗം തന്നെയാണ് ഇത്. അടുത്ത ചോദ്യം. Dash our ability for adaptive and positive behavior that enable human to deal effectively with the demand and challenges of life. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തരത്തിലുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനോടെല്ലാം മീറ്റ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നതിനെ എന്തായിട്ടാണ് പറയുക, ലൈഫ് സ്കില്ല് എന്നുള്ളതായിട്ടാണ് ബേസിക്കലി നമ്മൾ പറയുന്നത്. അടുത്ത ചോദ്യം. The best teaching aid that can be used to teach the process of distribution of electricity from the power station to domestic purposes. Pegboard, vivarium, diorama, bulletin board. So the right answer is option C ആണ്, diorama. So ഇവിടെയുള്ള ബെസ്റ്റ് ടീച്ചിങ് എയ്ഡ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. നമുക്ക് ചില കാര്യങ്ങൾ, അതായത് ഇപ്പൊ നമ്മള് കുട്ടികളിലേക്ക് കാര്യങ്ങൾ പകർന്നു കൊടുക്കുന്ന സമയത്ത് നമുക്ക് വിത്ത് എക്സ്പ്രഷൻ, എക്സാമ്പിൾസ്
ഇതൊക്കെ പറയേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അതിനായി നമ്മൾ സഹായിക്കുന്നത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇലക്ട്രിസിറ്റി നമുക്ക് ഡൊമസ്റ്റിക് പർപ്പസസിന് വേണ്ടി പവർ സ്റ്റേഷനിൽ നിന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പാറ്റേൺ ആണ് സിംബലൈസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ഡയറമ. അപ്പൊ നമ്മൾ ഇന്ന് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.